തെളിവുകളെന്ന് പറഞ്ഞു. ഈ മൗലവി പറഞ്ഞു റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണമെന്ന് ഖുർആൻ ഒരു സ്ഥലത്തില്ല, വെല്ലുവിളിക്കാൻ റെഡിയാണ്. ഞാൻ റെഡിയാണ്, ഞാനിവിടുന്ന് കേൾപ്പിച്ചു. അന്ന് ആദ്യം അത് കേൾപ്പിക്ക്, എന്റെ മൗലവിനെ കൊണ്ട് ബോധയലിച്ചു തരാം. ഖുർആൻ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു നിങ്ങൾ ഖുർആൻ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണമെന്ന് ഖുർആനിലില്ല പോലും. ഖുർആൻ അത് പൂർണ്ണമായും ഒരർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ മുസ്ലിമീങ്ങളെ. എത്രയുണ്ട്, ഇപ്പോഴതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്കതിൽ തർക്കമില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയണമെന്നതിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ലല്ലോ. ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ടെന്നതിൽ തർക്കമില്ലല്ലോ. സഹീഹുൽ ബുഖാരിയിൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന സ്വലാത്ത് തന്നെ അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നു എന്നല്ലേ ഒരു തഫ്സീർ പറഞ്ഞത്. എന്നിരിക്കുമ്പോൾ സ്വലാത്ത് തന്നെ മദ്ഹാണെങ്കിൽ ലോകത്തിന്റെ എല്ലാ പള്ളികളിൽ നിന്നും അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയുന്നത് തന്നെ മദ്ഹാണെങ്കിൽ ആ മദ്ഹ് പറയാൻ അള്ളാന്റെ ഖുർആൻ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്ന മൗലവിമാരെ, നിങ്ങളും യഹൂദികളും തമ്മിൽ ബന്ധമില്ലേ? ഇനി ചോദിക്കട്ടെ, ഞാനിതാ പറയുന്നു, ഈ മൗലവിയെ കൊണ്ട് ഞാനൊന്ന് ബുറുദ ബൈത്ത് ചൊല്ലിക്കട്ടെ, അത് നിങ്ങളൊന്ന് കേട്ടോ. നാദാപുരത്ത് വെറുതെയല്ല, ഉറക്കൊഴിച്ച് ഊണുമൊഴിച്ച് ഈ അധ്വാനം നടത്തിയിട്ട് ഈ പ്രസംഗം നടത്തുന്നത് വെറുതെയല്ല. റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇമാം ബൂസിരി തങ്ങളെ ബുറുദ ഇപ്പറഞ്ഞ മൗലവിയെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നു. അതൊന്ന് കേട്ടോ മുസ്ലിമീങ്ങളെ. മഹാനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയുടെ പ്രത്യേകത എന്താ? അമ്പിയാക്കളുടെ നേതാവാണ് അദ്ദേഹം, ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണ്. ബൂസീരിയുടെ 2 വരി കവിതകൾ, അദ്ദേഹം അവസാനിപ്പിക്കും പറയുന്ന 2 വരി കവിതകളുണ്ടല്ലോ, അത് നമുക്ക് സ്വീകാര്യമാണ്. ഇമാം ബൂസീരി പറയുകയാണ്, ഫമബിലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഫമബിലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നാദാപുരം കണ്ടനം മുതലാകുന്നുണ്ട് കേട്ടോ, മുതലാകുന്നുണ്ട്. ഓ മൗലവി 2 വരിയല്ല, ആദ്യത്തെ വരി മുതൽ അവസാനത്തെ വരി വരെ ചൊല്ലിപ്പിക്കും കേട്ടോ.